വി.കെ. പ്രശാന്ത് നിലവിൽ വട്ടിയൂർക്കാവ് എം.എൽ.എ. ആണ്. പക്ഷേ മുൻപ് ഞങ്ങളുടെയൊക്കെയും തിരുവനന്തപുരത്തിൻ്റെ പ്രിയപ്പെട്ട മേയർ ബ്രോ ആയിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷത്തെ ആ ഒരു കോർപ്പറേഷൻ ഭരണത്തെ മുൻ മേയർ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും. ഇപ്പോൾ ആര്യ രാജേന്ദ്രനായിരുന്നു കഴിഞ്ഞ 5 വർഷം. അതിനു മുമ്പ് 4 വർഷത്തിലധികം ഞാൻ ഉണ്ടായിരുന്നു. അതിനിടയ്ക്കൊരു ഗ്യാപ്പ് വന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പോൾ തിരുവനന്തപുരം നഗരസഭ കേരളത്തിലെ ഏറ്റവും വലിയ നഗരസഭയാണ്. ഇപ്പോൾ 101 വാർഡുകളായി. അപ്പോൾ അതിനെ ആര്യ രാജേന്ദ്രൻ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. ഞാൻ മേയറായിരിക്കുമ്പോൾ തുടങ്ങി വെച്ചിട്ടുള്ള സ്മാർട്ട് സിറ്റി ആര്യയുടെ കാലത്ത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു. എന്ന് മാത്രമല്ല, ആ സ്മാർട്ട് സിറ്റി നമ്മൾ 3-ാം റൗണ്ടിലാണ് സ്മാർട്ട് സിറ്റി പട്ടികയിലേക്ക് വന്നത്. 100 നഗരങ്ങളാണ്, ഇന്ത്യയിലെ 100 നഗരങ്ങളാണ് സ്മാർട്ട് സിറ്റിയിൽ വന്നത്. അതിൽ ടോപ്പ് അച്ചീവറായിട്ട് ഇന്നിപ്പോൾ തിരുവനന്തപുരം മാറിയിട്ടുണ്ട്. കേന്ദ്ര പദ്ധതികളായാലും സംസ്ഥാന പദ്ധതികളായാലും തനത് പദ്ധതികളായാലും ഇതിൻ്റെയൊക്കെ നടത്തിപ്പിൽ ഏറെ മുമ്പിൽ നിൽക്കുന്ന ഒരു നഗരസഭയായി തിരുവനന്തപുരം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രീൻ സിറ്റിയായി കൂടി നമ്മൾ മാറുന്നു. വായുമലിനീകരണം കുറഞ്ഞ അളവിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിന് കീഴിലുണ്ടായി. വലിയ എതിർപ്പും ബഹളവും ഒക്കെ ആര്യയ്ക്ക് നേരിടേണ്ടി വന്നുവെങ്കിൽ പോലും കൃത്യമായ ഇടപെടലുകളിലൂടെ ഈ നഗരത്തെ മുന്നോട്ട് നയിക്കാൻ ആര്യയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ നഗരത്തിലെ സ്മാർട്ട് റോഡുകളുടെ കാര്യം പരിശോധിച്ചാൽ, മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങുകളുടെ കാര്യം പരിശോധിച്ചാൽ, മാലിന്യത്തിൻ്റെ കാര്യം പരിശോധിച്ചാൽ, ഇവിടെയൊക്കെ തന്നെ നല്ല ഇടപെടൽ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഏതാണ്ട് 32-ലധികം അവാർഡുകൾ ഈ തിരുവനന്തപുരം നഗരസഭ നേടിയെടുക്കുന്ന സ്ഥിതി വന്നു. ഇപ്പം നീതി ആയോഗിൻ്റേതായാലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റേതായാലും ഒക്കെയുള്ള അവാർഡുകൾ നേടിയെടുക്കാനും നഗരസഭയ്ക്ക് സാധിച്ചു. അപ്പോൾ മൊത്തത്തിൽ നല്ല പ്രകടനമായിരുന്നു കഴിഞ്ഞ 5 വർഷം ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരസഭ നടത്തിയത്.